നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മതപീഡനങ്ങളുടെ വാർത്തകളാണ് പെർസിക്യൂഷൻ ന്യൂസസ്. ഒറ്റ നോട്ടത്തിൽ ലോകം മുഴുവനുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും തുടർമാനമായി നടക്കുന്ന ക്രിസ്ത്യൻ പെർസിക്യൂഷനെക്കുറിച്ച് ചില വാർത്തകൾ പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തുടർമാനമായിട്ടുള്ള അങ്ങനെയുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെറുസലേമിൽ നിന്ന് തുടങ്ങാം. ജെറുസലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം എന്നല്ലേ വചനം പറയുന്നത്. ജെറുസലേമിൽ, അതായത് ഒത്തിരി ക്രിസ്തീയ ഹോളി സൈറ്റ്സ്, ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് ജെറുസലേമും പ്രാന്തപ്രദേശങ്ങളും. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അവിടെ സന്ദർശിക്കുവാൻ വലിയ താല്പര്യമുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം അവിടെ ഈ ടൂറിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ ആ സൈറ്റ്സ് വിസിറ്റ് ചെയ്യുവാൻ ചെല്ലുന്ന ആളുകൾ, അതിനകത്ത് പാലസ്തീനിയൻ ക്രിസ്ത്യൻസും ഉണ്ട്. അവരൊക്കെ വലിയ ഒപ്രഷനെ നേരിടുകയാണ്, വലിയ റെസ്ട്രിക്ഷൻസിനെ നേരിടുകയാണ്. ഇസ്രായേലിലുള്ള പാലസ്തീനിലുള്ള ക്രിസ്ത്യാനികൾ, മറ്റ് ക്രൈസ്തവർ, ആ ഒരു ഹോളി സൈറ്റ്സ് വിസിറ്റ് ചെയ്യുവാൻ ചെല്ലുന്നവർ വലിയ പ്രശ്നങ്ങളെ നേരിടുന്നതായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത UK നിന്നുള്ള വാർത്തയാണ്. അതായത് UK ക്രിസ്ത്യൻസിനെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസായിട്ട് ബ്രാൻഡ് ചെയ്യുന്നു. അതായത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ഒരു മാന്യത കുറവുള്ളതുപോലെയുള്ള അനുഭവങ്ങൾ ക്രൈസ്തവർ നേരിടുന്നു എന്ന് വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നു. മാത്രമല്ല, സ്ട്രീറ്റ് പ്രീച്ചേഴ്സ് പലരും വളരെ ബോൾഡായിട്ട് തെരുവുകളിൽ പ്രസംഗിക്കുന്ന പ്രസംഗകരുണ്ട്. അവരോട് ഒരു ദയയുമില്ലാതെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അവരുടെ വിശ്വാസത്തെ പ്രൊക്ലെയിം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്ന് വാർത്ത കേൾക്കുന്നു. എവിടെ? ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്ന UK നിന്ന് ഇത് വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണ്. ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലൻ കൊല്ലപ്പെട്ട വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിക്കുവാനിടയായി തീർന്നു. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്തോനേഷ്യയിൽ കൊച്ചുകുട്ടികൾ പോലും മതത്തിൻ്റെ പേരിൽ അവർ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു, അവർ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത, ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത ലോകം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ പെർസിക്യൂഷൻ നടക്കുന്നത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ചും നൈജീരിയയിൽ കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് എന്ന് വാർത്തകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ചില ക്രിസ്തീയ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയിരുന്നു, 2 ക്രിസ്ത്യൻ വർക്കേഴ്സിനെ തട്ടിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിലൊരാൾ കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടതായിട്ട് അദ്ദേഹം പുറത്തു വന്നതായിട്ട് അറിവാനിടയായി തീർന്നു. നൈജീരിയയിൽ ഒരവസാനവുമില്ലാത്ത മനുഷ്യക്കുരുതിയാണ് നടക്കുന്നത്, വംശഹത്യയാണ് നടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നൈജീരിയ 40% ക്രിസ്ത്യാനികളുള്ള ഒരു ദേശമാണ്. എന്നാൽ ആ ദേശത്ത് ക്രൈസ്തവർ വളരെ ശക്തമായി പീഡിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സിറിയയിൽ നിന്നുള്ള ഒരു വാർത്ത, സിറിയയിൽ ഒരു വംശഹത്യ പോലെയുള്ളൊരു സിറ്റുവേഷൻ, ഒരു ആഭ്യന്തര ലഹള നടക്കുവാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്ത്യൻസിനെ പോലെയുള്ള മറ്റ് മൈനോറിറ്റീസിനും അത് വലിയൊരു ഭീഷണിയായി മാറും. സിറിയയിൽ പ്രശ്നങ്ങൾ വലിയ ഭീകരമാകുവാൻ, വഷളാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും ഒറീസ, ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, UPയുടെ കാര്യം പറയണ്ട, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി മതപീഡ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു കന്യാസ്ത്രീയും തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന 5-6 പേരും, അവരെ സുവിശേഷ വിരോധികളായ ചിലർ അവർ സഞ്ചരിച്ച ട്രെയിനിൽ നിന്ന് വെളിയിലിറക്കി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അതായത് മതപരിവർത്തനമാണ് ആരോപിച്ചത്. എന്നാൽ ഈ കന്യാസ്ത്രീയും തൻ്റെ കൂടെയുള്ള മറ്റ് പെൺകുട്ടികളും അവർ ആ പോലീസ് സ്റ്റേഷനിൽ തെളിയിച്ചു അവരെല്ലാം ബോൺ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അങ്ങനെ 18 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ ശേഷം അവരെ മോചിപ്പിക്കുവാൻ ഇടയായി തീർന്നു. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയപ്പെടുന്ന ഒരവസ്ഥയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ ക്രിസ്ത്യാനികൾ ഒരു മീറ്റിങ്ങിനോ ഒരു പ്രോഗ്രാമിനോ വേണ്ടി മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവരെല്ലാം കൺവേർട്ട് ചെയ്യാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് വഴിയിൽ വെച്ച് തടയുന്ന അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി സ്ഥലങ്ങളിൽ ആളുകൾ പാസീവായി പെർസിക്യൂഷനെ നേരിടുന്നു. യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ അവർ പാസ്റ്റർമാരാണെന്നുള്ള ഐഡൻറ്റിറ്റി പുറവാൻ ഭയപ്പെടുന്നു. അത്രയധികം പാസീവ് പെർസിക്യൂഷനെ നോർത്ത് ഇന്ത്യ നേരിടുന്നു. ഒത്തിരി വാർത്തകളുള്ളത് കൊണ്ട് ചുരുക്കത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞുവെന്ന് മാത്രം. അമേരിക്കയിലെ സിയാറ്റിൽ പട്ടണത്തിൽ
കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയ ഒരു സുവിശേഷ റാലിക്കെതിരെ LGBT ഗ്രൂപ്പ് ആക്രമണം അടിച്ചുവിടുവാനിടയെ തുടർന്നു. കത്തിയൊക്കെ എടുത്ത് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്. അമേരിക്കയിൽ അങ്ങനെയുള്ള മതപീഡനം നടന്നു എന്ന് പറയുമ്പോൾ അത് എത്ര അത്ഭുതകരമാണ്. ആളുകൾക്ക് അതെങ്ങനെ ഉൾക്കൊള്ളുവാൻ കഴിയും? കാരണം ഈ ബ്രിട്ടനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചൊക്കെ ലോകം പറയുന്നത് സത്യത്തിൽ അങ്ങനെ അല്ലെങ്കിലും ഇതൊക്കെ ക്രിസ്തീയ രാജ്യങ്ങളാണെന്നാണ്. പക്ഷേ അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ ആക്റ്റീവായിട്ടും പാസീവായിട്ടും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. മറ്റൊരു വാർത്ത കടന്നു വരുന്നത് സൊമാലിയയിൽ നിന്നാണ്. സൊമാലിയയിൽ ഡ്രഗ് അഡിക്റ്റായ ഒരു പയ്യൻ, അവൻ വീട് വിട്ട് ഓടിപ്പോയവനാണ്. അവൻ എവിടെയോ സൊമാലിയയിലെ തന്നെ ഒരു പാസ്റ്ററെ കണ്ടുമുട്ടുവാനിടയെത്തുന്നു. ആ പാസ്റ്റർ സുവിശേഷമൊക്കെ പറഞ്ഞ് ഇവനെ നല്ലൊരു മാർഗ്ഗത്തിൽ കൊണ്ടുവന്നു. ഇവൻ്റെ അഡിക്ഷനിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചു. അവനൊരു ക്രിസ്തീയ വിശ്വാസിയായി. പാസ്റ്റർ നിർബന്ധിച്ച് വീട്ടുകാരുമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഇവനെ തിരിച്ച് വീട്ടിൽ വിട്ടു. പക്ഷേ അവൻ വീട്ടിൽ മടങ്ങി ചെന്നപ്പോൾ ഡ്രഗ് അഡിക്ഷനിൽ നിന്നൊക്കെ പുറത്തു വന്നെന്ന് കേട്ടപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമായി. പക്ഷേ അതിന് കാരണമായി തീർന്നത് ക്രിസ്തീയ വിശ്വാസമാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചത് മാത്രമല്ല, അവൻ്റെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റെന്നാണ് വാർത്തകൾ പറയുന്നത്. കഴുത്തറുത്ത് കൊല്ലുവാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ സൊമാലിയയിൽ നിന്ന് ഉള്ള വാർത്തകൾ വരുന്നു. സൊമാലിയ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു രാജ്യമാണ്. കാരണം പട്ടിണിയെക്കുറിച്ച്, സൊമാലിയയിലെ ആക്രമണ സ്വഭാവത്തെക്കുറിച്ച്, സൊമാലിയയിലെ കടൽ കൊള്ളക്കാരെക്കുറിച്ചൊക്കെ വളരെയധികം കുപ്രസിദ്ധി നേടിയ നാടാണ് സൊമാലിയ. മുസ്ലിം ഭൂരിപക്ഷമാകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. മറ്റ് അധികമായിട്ട് പെർസിക്യൂഷൻ ഈ ദിവസങ്ങളിൽ പുതുതായി തുടങ്ങിയിരിക്കുന്ന ഒരു രാജ്യമാണ് അസർബൈജാനും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളുമൊക്കെ. അസർബൈജാനിലുള്ള അർമീനിയൻ ക്രിസ്ത്യൻസ് വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ആ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീ UK അഭയം പ്രാപിച്ചു. അവരുടെ ജീവന് ത്രട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഭയം പ്രാപിച്ചു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അതിശക്തമായ ക്രിസ്ത്യൻ പ്രോസിക്യൂഷൻ നടക്കുന്ന ഒരു കാലമാണ്. ചരിത്രത്തിൽ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സംശയമാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ വലിയ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ സായുധമാകുന്ന ആക്രമണം, അതുപോലെ തന്നെ പാസീവായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ ഇത് നാടോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രാർത്ഥന ആവശ്യമുള്ള കാലഘട്ടമാണ്. ഇതൊക്കെ വിളിച്ചു പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിൽ ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന് പറഞ്ഞെങ്കിൽ ഇത് ആ ഒരു സഭ പുറത്തു വരുവാനുള്ള പ്രസവവേദനയുടെ ഏറ്റവും മാക്സിമം സമയത്ത് നാം എത്തിയിരിക്കുകയാണ്. മറന്നു പോകരുത്. പ്രാർത്ഥനയിലും ദൈവകൃപയിലും നമ്മെ തന്നെ കാക്കേണ്ട സമയമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.